C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഓക്കേ, റെഡി, ആക്ഷൻ. തോക്ക് ഇതെന്താ തോക്കോ? രാമായണത്തിൽ എവിടെയാ തോക്ക്? രാവണനെ ഹനുമാൻ വെടിവെച്ചു കൊല്ലാമെന്നാണോ? അത് പിന്നെ അത് പിന്നെ ഞങ്ങളുടെ വേറൊരു നാടകത്തിലേക്കുള്ളതാ. അതെ അതെ, ഞാൻ നേരത്തെ ഓർക്കാതെ. ഹനുമാൻ സീതയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. ബാക്കി നോക്കാം. ഓ, കിരീടം നേരെ വെക്കണം. റെഡി, ആക്ഷൻ. അല്ല, താങ്കൾ ആരാണ്? എന്റെ കാതുകളിൽ അമൃത പെയ്തുകൊണ്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി പറഞ്ഞത് നാം ശ്രദ്ധിച്ചു. വാനര രാജാവായ സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാനാണ് അടിയൻ. രാമദേവൻ പറഞ്ഞതനുസരിച്ച് ദേവിയെ അന്വേഷിച്ചിറങ്ങിയതാ. മുദ്രമോതിരം പോലെ പ്രഭുവിനെ വിശ്വസിപ്പിക്കാനുള്ള വല്ല വസ്തുവും തന്നാലും. ഇത് കണ്ടാൽ രാമദേവന് എന്നെ ഓർമ്മ വരും. ദേവി കാത്തിരുന്ന് കഷ്ടപ്പെടണ്ട. ദേവി ഇപ്പോൾ തന്നെ അടിയൻ കൈവെള്ളയിലിരുത്തി രാമദേവന്റെ അടുത്തെത്തിക്കും. കുട്ടിക്കൊരങ്ങനായ നീയോ? ഈ സമയം ഹനുമാന്റെ ശരീരം മാല പോലെ വലുതാക്കി കാണിക്കും. സീതയ്ക്ക് അത്ഭുതം. ആ ഭാവമാണ് ഇപ്പോ വേണ്ടത്. വീണ്ടും ഹനുമാൻ പഴയതുപോലെ ആകുന്നു. ഓ, അത് ശരി. ഇപ്പൊ നമുക്ക് താങ്കളുടെ വിശ്വരൂപം മനസ്സിലായി. എന്നാൽ നാം താങ്കളുടെ കൂടെ വരുന്നില്ല. പരപുരുഷനെ അറിഞ്ഞുകൊണ്ട് നാം തൊടുകയില്ല. കൺമണി, എനിക്ക് കൺമണിയോടായിട്ട് മാത്രം ഒന്ന് സംസാരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.